ശബരിമലയിൽ സ്ത്രീ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള നിർണായക വിധിക്കെതിരെ നൽകിയ ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കുന്നു. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. രാവിലെ 10:30 തന്നെ കോടതി നടപടികൾ തുടങ്ങി. റിവ്യൂ ഹർജികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം സംസാരിക്കണമെന്നാണ് വാദം തുടങ്ങിയ ഉടൻ ചീഫ് ജസ്റ്റിസ് അഭിഭാഷകർക്ക് നിർദ്ദേശം നൽകിയത്. ആരാണ് ആദ്യം വാദിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ NSS അഭിഭാഷകനായ കെ പരാശരൻ എഴുന്നേറ്റ് നിൽക്കുകയായിരുന്നു. വിധിയിൽ പിഴവുണ്ടെന്നാണ് അഡ്വക്കേറ്റ് കെ പരാശരൻ വാദിച്ചത്. പ്രധാന വിഷയങ്ങൾ പരിഗണിക്കാതെയാണ് വിധിയെന്നാണ് അഡ്വക്കേറ്റ് പരാശരന്റെ വാദം. പ്രധാനപ്പെട്ട 2 പിഴവുകളാണ് അഡ്വക്കേറ്റ് പരാശരൻ ചൂണ്ടിക്കാട്ടിയത്. 1, ശബരിമല വിധി തൊട്ടുകൂടായ്മയുടെ ഭാഗമല്ല. 2, ക്ഷേത്രങ്ങൾ പൊതുസ്ഥലമല്ല. ഭരണഘടനയുടെ 25-ാം അനുച്ഛേദം നൽകുന്ന അവകാശമാണ് എല്ലാവരും ഉന്നയിക്കുന്നതെന്നാണ് അഡ്വക്കേറ്റ് പരാശരൻ വ്യക്തമാക്കിയത്. പൊതുസ്ഥലങ്ങളിൽ തുല്യത ഉറപ്പുവരുത്തേണ്ടതാണ്, എന്നാൽ ക്ഷേത്രങ്ങൾ പൊതുസ്ഥലമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഭരണഘടനയുടെ 15-ാം അനുച്ഛേദ പ്രകാരം ക്ഷേത്ര ആചാരങ്ങൾ റദ്ദാക്കിയത് തെറ്റെന്ന NSS വാദത്തോട് 15-ാം അനുച്ഛേദം അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് തന്റെ വിധിയെന്ന് ജസ്റ്റിസ് റോഹിൻടൺ നരിമാൻ പറഞ്ഞു. പൊതുസ്ഥലമായി പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് യുവതീ പ്രവേശന വിധി പ്രസ്താവിച്ചിരിക്കുന്നതെന്നും റോഹിൻടൺ നരിമാൻ വ്യക്തമാക്കി. എന്തിനാണ് വിധി പുനഃപരിശോധിക്കുന്നതെന്ന് വ്യക്തമാക്കണമെന്നാണ് ചീഫ് ജസ്റ്റിസ് ചോദിച്ചത്. പുനഃപരിശോധനാ ഹർജിക്കും റിട്ട് ഹർജികൾക്കും ഏതാണ്ട് സമാന സ്വഭാവമാണുള്ളത്. എന്തൊക്കെയാണ് പിഴവുകൾ, എന്തിനാണ് വിധി പുനഃപരിശോധിക്കേണ്ടത്, ഈ 2 കാര്യങ്ങളും വ്യക്തമാക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. യുവതീ പ്രവേശനം തൊട്ടുകൂടായ്മയുടെ ഭാഗമല്ലെന്ന് NSS വാദിച്ചു. അനുച്ഛേദം 17 പ്രകാരം തൊട്ടുകൂടായ്മ കുറ്റമാണ്. പക്ഷേ അത്തരമൊരു വിവേചനം ഇവിടെയില്ല. എല്ലാ സ്ത്രീകളെയും ശബരിമലയിൽ കയറ്റാതിരിക്കുന്നില്ല. ജാതിയുടെ അടിസ്ഥാനത്തിലല്ല ഇവിടെ പ്രവേശനം നിഷേധിക്കപ്പെടുന്നത്. പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നും അഡ്വക്കേറ്റ് പരാശരൻ പറയുന്നു. എന്നാൽ പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ വിവേചനം നടത്തുന്നത് തൊട്ടുകൂടായ്മയെ തന്നെ കണക്കാക്കണമെന്നും ജസ്റ്റിസ് റോഹിൻടൺ നരിമാൻ വ്യക്തമാക്കുന്നു. ഭരണഘടന ധാർമ്മികത എന്തെന്ന് എവിടെയും എഴുതി വച്ചിട്ടില്ല. അത് വളരെ എളുപ്പത്തിൽ വ്യാഖ്യാനിക്കാവുന്നതുമല്ല. ഒടുവിൽ വാദം പെട്ടെന്ന് പൂർത്തിയാക്കാൻ സുപ്രീം കോടതി അഡ്വക്കേറ്റ് പരാശരനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ 2 പിഴവുകൾ ചൂണ്ടിക്കാട്ടി അഡ്വക്കേറ്റ് കെ പരാശരൻ വാദം പൂർത്തിയാക്കി. അതിനുശേഷം ശബരിമല തന്ത്രിക്ക് വേണ്ടി അഡ്വക്കേറ്റ് വി ഗിരിയുടെ വാദം തുടങ്ങി. നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് അയ്യപ്പന്റെ വിഗ്രഹമെന്ന് അഡ്വക്കേറ്റ് ഗിരി വാദിച്ചു. തന്ത്രിയാണ് വിഗ്രഹത്തിന്റെ പ്രതിസ്ഥാനത്തുള്ളയാൾ. തന്ത്രിക്ക് അവകാശങ്ങളുണ്ടെന്നും ആരാധനക്രമം തീരുമാനിക്കാൻ അവകാശമുണ്ടെന്നും അദ്ദേഹം കോടതിയിൽ വാദിച്ചു. ആർത്തവമല്ല, വിഗ്രഹത്തിന്റെ പ്രത്യേകത അനുസരിച്ചാണ് ഒരു പ്രത്യേക പ്രായത്തിലുള്ള സ്ത്രീകൾക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നത്. സ്ത്രീകൾക്ക് പ്രായമനുസരിച്ച് വിവേചനം ഏർപ്പെടുത്തുന്നത് ജാതിയുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യമാണ്. ജാതിയല്ല, മറിച്ച് വിഗ്രഹത്തിന്റെ സ്വഭാവം അനുസരിച്ചാണ് വിവേചനം ഏർപ്പെടുത്തുന്നത്. അതിനാൽ ഇതും തൊട്ടുകൂടായ്മയുമായി ബന്ധമില്ല. ശേഷം വി ഗിരിയുടെ വാദവും അവസാനിച്ചു. പ്രയാർ ഗോപാലകൃഷ്ണന് വേണ്ടി അഡ്വക്കേറ്റ് മനു അഭിഷേക് സിംഗ്വിയുടെ വാദം തുടങ്ങി. നേരത്തെ ദേവസ്വം ബോർഡിന് വേണ്ടി ഹാജരായിട്ടുണ്ടെന്ന് പറഞ്ഞ് മനു അഭിഷേക് സിംഗ്വിയെ ദേവസ്വം ബോർഡ് അഭിഭാഷകൻ എതിർത്തു. താനൊരു വ്യക്തിക്ക് വേണ്ടിയാണ് ഹാജരാകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. നൈഷ്ഠിക ബ്രഹ്മചാര്യം വിഗ്രഹത്തിന്റെ അവകാശമെന്ന് മനു അഭിഷേക് സിംഗ്വി വാദിച്ചു. വിഗ്രഹത്തിന്റെ പ്രത്യേകത കൊണ്ട് മാത്രമാണ് വിവേചനം, ഇതിന് തൊട്ടുകൂടായ്മയുമായി ബന്ധമില്ല. ഇക്കാര്യം സിംഗ്വി അടക്കം 3 അഭിഭാഷകരും ചൂണ്ടിക്കാട്ടിയിരുന്നു. നൈഷ്ഠിക ബ്രഹ്മചാര്യം എന്നത് കണക്കിലെടുത്തത് ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര മാത്രമാണെന്ന് സിംഗ്വി വാദിച്ചു. ഭരണഘടനയുടെ 25, 26 അനുച്ഛേദങ്ങൾ മതപരമായ അവകാശങ്ങൾ ചേർത്ത് മാത്രമേ വ്യാഖ്യാനിക്കാവൂ എന്നും അദ്ദേഹം പറഞ്ഞു. ഭരണകൂട ധാർമ്മികതയെക്കുറിച്ച് സിംഗ്വിയും പരാമർശിക്കുന്നു. ഭരണകൂട ധാർമ്മികത ആപേക്ഷിക്കുമെന്നും എഴുതിവെക്കപ്പെട്ടതല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഹിന്ദുമതം പോലുള്ള വൈവിധ്യമാർന്ന ഒരു മതത്തിൽ പല ആചാരങ്ങളും ഉണ്ടാകും. അതിനെ ഏക സ്വഭാവം കൽപ്പിക്കാനാവില്ല. ശബരിമല സയൻസ് മ്യൂസിയം അല്ല, വിശ്വാസമാണ്. അതിന്റെ ആചാരങ്ങളെക്കുറിച്ച് പറയേണ്ടത് വിശ്വാസികളാണെന്നും അദ്ദേഹം കോടതിയിൽ പറഞ്ഞു. ഇതുവരെയുള്ള വാദങ്ങളിലൊന്നും ആർത്തവം പോലുള്ള ജൈവ പ്രക്രിയയെക്കുറിച്ച് ഒരു അഭിഭാഷകനും പരാമർശിക്കുന്നില്ല. പുനഃപരിശോധനാ ഹർജിയുമായി ബന്ധപ്പെട്ട് 4ാമത്തെ അഭിഭാഷകന്റെ വാദവും തുടങ്ങി. ബ്രാഹ്മണ സഭയ്ക്ക് വേണ്ടി ശേഖർ നാപ്ഡെയാണ് സുപ്രീം കോടതിയിൽ വാദങ്ങൾ ഉന്നയിച്ചത്. ആക്ടിവിസ്റ്റുകൾക്ക് വിശ്വാസം തീരുമാനിക്കാനാകില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ബഹുഭൂരിപക്ഷത്തിന്റെ വിശ്വാസമാണ് കോടതി വ്രണപ്പെടുത്തിയത്. മതം വിശ്വാസത്തിന്റെ ഭാഗമാണ്. നൂറ്റാണ്ടുകളായി ശബരിമലയിൽ തുടരുന്ന ആചാരമാണ് കോടതി റദ്ദാക്കിയതെന്നും രേഖകളുണ്ടെന്നും അദ്ദേഹം കോടതിയിൽ വാദിച്ചു. ഒരു ആചാരത്തെ തള്ളിപ്പറഞ്ഞ് വിശ്വാസിക്ക് വിശ്വാസിയായി തുടരാനാകില്ലെന്ന് അഡ്വക്കേറ്റ് വെങ്കിട്ടരമണി പറഞ്ഞു. മദ്രാസ് ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ അഡ്വക്കേറ്റ് വെങ്കിട്ടരാമൻ വാദം തുടങ്ങി. 1991 സ്ത്രീ പ്രവേശനം വിലക്കിക്കൊണ്ടുള്ള കേരള ഹൈക്കോടതിയിലെ ഉത്തരവിലെ വസ്തുതാപരമായ കാര്യങ്ങൾ നിലനിൽക്കുന്നു. അതിനാൽ ആ വിധിക്ക് ഇപ്പോഴും പ്രസക്തി ഉണ്ടെന്നും അദ്ദേഹം വാദിച്ചു.
ഹർജിക്കാരിൽ നിന്ന് ഒന്നോ രണ്ടോ പേരെ കൂടി മാത്രമേ ഇനി വാദം ചീഫ് ജസ്റ്റിസ് കേൾക്കൂ. വാദം പെട്ടെന്ന് പൂർത്തിയാക്കണമെന്നും ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതിക്ക് നിർദ്ദേശം നൽകി. ഇതിനിടെ വാദിക്കാനായി അഭിഭാഷകരുടെ ബഹളം. കൂടുതൽ വാദങ്ങൾ ഉള്ളവർക്ക് എഴുതി നൽകാമെന്ന് ചീഫ് ജസ്റ്റിസ് കോടതിയിൽ പറഞ്ഞു. കോടതിയിൽ മര്യാദയ്ക്ക് പെരുമാറിയില്ലെങ്കിൽ കോടതിയലക്ഷ്യ നടപടിയെടുക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇതുവരെ 10 പേരുടെ വാദങ്ങളാണ് പൂർത്തിയായത്. അതേസമയം തുല്യത മതസ്ഥാപനങ്ങൾക്ക് ബാധകമാണെന്നാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ വാദിച്ചിരിക്കുന്നത്. തൊട്ടുകൂടായ്മയും തുല്യതയ്ക്കുള്ള അവകാശവും ക്ഷേത്രങ്ങൾ പൊതുസ്ഥലമാണോ എന്നതും ഈ വിധിയുമായി ബന്ധപ്പെടുത്തരുതെന്നും സംസ്ഥാന സർക്കാരിന് വേണ്ടി അഡ്വക്കേറ്റ് ജയ്ദീപ് ഗുപ്ത കോടതിയിൽ വാദിച്ചു. ചില വാദങ്ങൾ പരിഗണിച്ചില്ല എന്നത് പുനഃപരിശോധനയ്ക്ക് അടിസ്ഥാനമല്ല എന്നാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി ജയ്ദീപ് ഗുപ്ത കോടതിയിൽ വാദിച്ചിരിക്കുന്നത്. എന്തായാലും വരുന്ന മണിക്കൂറുകൾ നിർണായകം തന്നെയാണ്. എന്താകും ശബരിമല വിധി എന്നത് ഇനി കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.